ശരാശരി BJP അനുഭാവി എന്ന് വിചാരിക്കുക, അവർ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടാവോ? ഈ ഹൈ ലെവൽ സ്ട്രാറ്റജി മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഒരുപാട് പേര് അടുത്തിടെ BJP ആയിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും മറ്റേ രാജ്യത്തിന് വിരുദ്ധമായ ആക്ടിവിറ്റികളെ, പുറത്തുള്ള യുദ്ധങ്ങളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ച് സൃഷ്ടിക്കപ്പെട്ടുള്ള വല്ലാത്ത വികാരവും ശബരിമല പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എടുത്ത തീരുമാനങ്ങളും രാജ്യത്തിന് ഗുണകരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളെ അതിനെ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കൊണ്ട് ചെന്ന് കെട്ടി എതിർക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നിഷ്പക്ഷരായിട്ട് നിന്നിരുന്നുള്ള വലിയൊരു വിഭാഗം ഹിന്ദുക്കൾക്കിടയിലും ഭയങ്കര കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെട്ട് ഇവരറിയാത്ത സംഘികളായി മാറിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നവൻ മുഴുവൻ സംഘികളാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള കടന്നാക്രമണം ഒരു പരിധി കടക്കുമ്പോൾ ഒരുവൻ അത് നമ്മളെപ്പോഴും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന കണക്ക് ഇപ്പോൾ ഇവർക്ക് വളരെ എളുപ്പമാണ് അഖിൽമാരെ സംഖ്യയാക്കാൻ, അല്ലെങ്കിൽ താങ്കളെ സംഖ്യയാക്കാൻ. താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയം പറയുമ്പോൾ താങ്കൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്താണ് താങ്കൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ പിടിച്ച് സംഖ്യയാക്കി കഴിഞ്ഞാൽ പതിയെ താങ്കൾ സംഘിപ്പാളയത്തിലേക്ക് പോവുകയും താങ്കൾക്ക് കിട്ടുന്ന സപ്പോർട്ട് സംഘികളുടേതായി മാറുകയും ചെയ്യുന്നതോടുകൂടി താങ്കളും അവരിൽ ഒരാളായി മാറും. അങ്ങനെ BJPയിലേക്ക് പോയ ഒരുപാട് പേരുണ്ട്. അതേസമയം BJP നേതൃത്വത്തോട് താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. പിന്നെ ഒരു നോർമൽ ഒരു പഴയ ഇപ്പം BJP അല്ലെ RSS പഴയ എനിക്ക് ഒരുപാട് RSSകാരെ അറിയാം. ഭയങ്കര ക്വാളിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് RSSകാരെ എനിക്കറിയാം. അപ്പം ഈ സ്വയം സേവകരെന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഒരു കൺസെപ്റ്റിനെ, അല്ലാതെ ഈ വർഗീയവാദമോ മുസ്ലിങ്ങളെ ഒന്നുമല്ല, അവർക്കൊപ്പം അവരുടെ പരിപാടിയിൽ ഇടപെട്ട് കൃത്യമായി. പക്ഷേ ഇവിടെ അധികാരം നിലനിർത്തണമെങ്കിൽ ഇവരെ തമ്മിലടിപ്പിച്ചേ പറ്റത്തോളം തിരിച്ചറിയുന്ന ഒരു മേൽത്തട്ടിലുള്ള ആൾക്കാർ ഒരു പ്രശ്നം ഇട്ട് കഴിയുമ്പോൾ അപ്പുറത്തുള്ളവൻ ബഹളം വെച്ച് തുടങ്ങുമല്ലോ. അപ്പുറത്തുള്ളവൻ്റെ ബഹളം കാണുമ്പോഴത്തേക്ക് ഇപ്പുറത്തുള്ളവനും പതുക്കെ ഏറ്റുപിടിക്കും. അങ്ങനെ ബഹളങ്ങൾ കൂടും. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും. അതൊന്നും ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കൂടുതൽ. അത് താഴെത്തട്ടിലുള്ളവൻ ഇനി എത്ര മനസ്സിലാക്കിയാലും അവൻ അവരുടെ പാർട്ടിക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ്റെ രാഷ്ട്രീയം ഏതൊരുവൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനെ ആര് സഹായിക്കുന്നു അവൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം ഇപ്പോഴും താഴെത്തട്ടിൽ കുറച്ചുകൂടെ ബലത്ത് കിടക്കുന്നത്. ഒരാവശ്യം വന്നാൽ ഓടി വരാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ.